ഹലോ, ഗുഡ് മോർണിംഗ്. ഇപ്പം രാവിലെ ഒരു 2:15 2:20 സമയം. ഞാനൊരു മോർണിംഗ് പേഴ്സണേ അല്ല. പക്ഷേ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ നേരത്തെ എണീക്കുന്നതുകൊണ്ട് എനിക്കൊരു പ്രശ്നമില്ല കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഉറക്കം തൂങ്ങിയൊരു ഭാഗത്ത് കിടന്നൊന്ന് വരാം. അപ്പോൾ ഇന്ന് എനിക്ക് ഏർലി മോർണിംഗ് വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയുള്ള ഓരോ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ട് ഞാൻ 2 ദിവസമായി. ഇപ്പോൾ രാവിലെ ഞാൻ 2 മണിയാകുമ്പോൾ എണീച്ച് കുറച്ച് കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചൊരു ബണ്ണൊക്കെ തിന്ന് പ്രഭാത കർമ്മങ്ങൾക്കൊക്കെയുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അത് കഴിഞ്ഞു ഗെറ്റിംഗ് റെഡി. നമ്മൾ ഏത് സമയത്ത് പാതിരാത്രിക്ക് പോയാലും രാവിലെ നേരത്തെ പോയാലും നമ്മുടെ ജോലിക്ക് പോകുമ്പോൾ നമ്മൾ ടിപ്പ് ടോപ്പായിട്ട് അതിൻ്റേതായ രീതിയിൽ ഡ്രസ്സ് ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സമയം ഞാൻ കണ്ടെത്താറുണ്ട്. വർക്കിന് പോകുന്ന സമയത്ത് നല്ല പ്രസൻറ്റബിളായി ഒരുങ്ങി തന്നെയാണ് പോകാറ് കേട്ടോ. പക്ഷെ ഒരുപാട് മേക്കപ്പ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് പ്രസൻറ്റബിൾ ആവാനുള്ള ഒരു മേക്കപ്പ് മാത്രം, ഒരു കുഞ്ഞ് ലെയർ ഓഫ് മേക്കപ്പ് അത്രേ ഉള്ളൂ ഇട്ടിട്ട് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് ഞാൻ റെഡി ആയിട്ട് പോവാണ്. ഏട്ടന് വാസുക്കുട്ടി നല്ല ഉറക്കമാണ്. പിന്നെ എന്നെ പിക്ക് ചെയ്യാനൊരു ഡ്രൈവറെ അവർ ഏർപ്പാടാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ ടെൻഷനില്ല. പുള്ളി വന്നപ്പോൾ കയറി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ സാധാരണ ഈ പെട്ടി എല്ലാ സ്ഥലത്തും നമുക്ക് പെട്ടി പിടിച്ച് തരാനൊന്നും ആളുണ്ടാവില്ല. മിക്ക സമയത്തും ഈ ഒരുപാട് ഭാരമുള്ള ഈ ഒരു പെട്ടി ഞാൻ ഒറ്റയ്ക്ക് ഏറ്റിക്കൊണ്ട് സ്റ്റെപ്പൊക്കെ വലിഞ്ഞ് കയറി അങ്ങനെയൊക്കെയാണ് പോവാറ്. ഇന്നത്തെ വർക്ക് ട്രിവാൻഡ്രം ക്ലബ്ബിലാണ്, ഇവിടെ ട്രിവാൻഡ്രത്തുള്ള. അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു പരിപാടി എനിക്ക് കുറച്ച് എളുപ്പമായി. അവർ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് റൂം വരെ എത്തിച്ച് തന്നു. അപ്പോൾ ഞാനിനിയിപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് ഗസ്റ്റിൻ്റെ റൂമിലെത്തി. പക്ഷേ ആസ് യൂഷ്വൽ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അവിടെ ഭയങ്കര വെള്ള പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് ലുക്ക് കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം ഒന്ന് ബ്രേക്ക് എടുത്തു. ഫംഗ്ഷന് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബാക്ക് പെയിൻ കാരണം ഞാൻ കുറച്ച് നേരം റൂമിൽ തന്നെ ഇരുന്ന് ബ്രേക്ക് എടുത്തു. നല്ല നിന്ന് കുനിഞ്ഞൊക്കെ ചെയ്യുന്ന പരിപാടികളെല്ലാം നല്ല ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു. ഒരു വളകാപ്പായിരുന്നു ഇന്നത്തെ ഫംഗ്ഷൻ കേട്ടോ. സീമന്തം എന്ന് പറയും, ബ്രാഹ്മിൺസിൻ്റെ ഇടയിൽ അതിന് സീമന്തം എന്നാണ് പറയാം. അപ്പോൾ നല്ല ഫുഡായിരുന്നു, അടിപൊളി ഫുഡായിരുന്നു. ഇഡ്ഡലി പൊതുവേ എനിക്കിഷ്ടമല്ല, പക്ഷേ നല്ല ഇഡ്ഡലി, നല്ല തട്ടുദോശയും നല്ല സാമ്പാറൊക്കെ ആയിരുന്നു. പിന്നെ നല്ലൊരു മൂങ് ദാൽ ഹൽവ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വളകാപ്പിന് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒന്നാണ് ഈ റിട്ടേൺ ഗിഫ്റ്റ് നമുക്ക് കിട്ടും. കുറച്ച് പലഹാരങ്ങളൊക്കെ ഉള്ള ഒരു പാക്കറ്റ് കിട്ടും, പിന്നെ കുറച്ച് വളയൊക്കെ കിട്ടും. അപ്പോൾ എൻ്റെ വർക്ക് ഇന്നത്തെ കഴിഞ്ഞു. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഏറ്റവും സന്തോഷമുള്ള പാർട്ട് വള കിട്ടുന്നത് സന്തോഷമാണ്, പിന്നെ പൈസ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.